നമസ്കാരം. നമസ്കാരം. അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രേംകുമാർ, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്നോട് ഒരു നീതിയും, അതേപോലെ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദനോട് വേറെ നീതിയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. എന്നോട് രാജിവെക്കാൻ പറഞ്ഞു, സച്ചിദാനന്ദനോട് രാജിവെക്കാൻ പറഞ്ഞില്ലേ. ഗവൺമെന്റിനെതിരെ പറഞ്ഞിരിക്കുന്ന ആളാണ് ആര്? സച്ചിദാനന്ദൻ. ഞാൻ മുമ്പ് ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം അത്രയും ദയനീയമായ സ്ഥിതി കണ്ടിട്ടാണ് ഞാൻ പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന്റെ പേരിലാണ് പാർട്ടി എന്നോട് രാജിവെക്കാൻ പറഞ്ഞത്. എന്നാൽ അതേ നീതി ആരോട് കാണിച്ചില്ല? സച്ചിദാനന്ദനോട് കാണിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം പുതിയ വരുന്ന അതേ നീതി സച്ചിദാനന്ദനോട് കാണിച്ചില്ല. എന്നോട് രാജിവെക്കാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തോടും രാജിവെക്കാൻ പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവിടുന്നതാണ്. പ്രേംകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നതിന് തന്നെ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, സഖാവ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ പി കൃഷ്ണപിള്ളയുടെ ഇമേജുമായിട്ട് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കി. ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം അങ്ങനെ വളർന്നു വന്നു. പിന്നീട് മറ്റ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെയും പി വന്നപ്പിള്ളയുടെയും എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ എ കെ ഗോപാലിൻ്റെ ഒക്കെ ചരിത്രങ്ങളും ഇദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയത്. പക്ഷേ ഇദ്ദേഹം മറന്നുപോയൊരു കാര്യം, കമ്മ്യൂണിസവും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഇന്ന് ഇവർക്ക് കൂടുതൽ ബന്ധം ഇതിനോടാണ്. മനുഷ്യത്വം എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് മനുഷ്യത്വം, സഹജീവികളുള്ള കരുണ. ഇത് രണ്ടും അത്യാവശ്യം. പക്ഷെ ഇവിടെ നേരെ മറിച്ച് ആ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. എല്ലാം മൂന്നുപേരും ഒരുപോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഐ എം എ ട്രേഡർ, ഞാനൊരു കച്ചവടക്കാരാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ മാന്യതയായിട്ടുണ്ട്. മോഡി മോശമല്ല, അദാനി കൂടെയുണ്ട്. ഇപ്പുറത്ത് പിണറായി അതിനേക്കാൾ വേസ്റ്റാണ്. അപ്പോൾ ട്രേഡർ എന്നുള്ള ആ കൾച്ചറിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും രാജ്യതലത്തിലും അന്തർദേശീയ തലത്തിലും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ പ്രേംകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. സച്ചിദാനന്ദൻ പക്ഷേ വളരെ കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ കാലം കഴിയാറായി, ഇനി ഇതും പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവാർക്കൊണ്ട് വികാരപരമായി മാത്രം കമ്മ്യൂണിസത്തെ കണ്ട ആളല്ല സച്ചിദാനന്ദൻ. പ്രശ്നങ്ങൾ അല്ല. നമുക്ക് ആദ്യം തന്നെ ഈ പ്രേംകുമാറിന്റെ ഒരു പത്രസമ്മേളനം പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തീർന്നത് കൃഷ്ണപിള്ളയെ പോലെ ഒരു സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചത് കേൾക്കാം. ഞാനാണ് പിന്നീട് പി എ ബക്കർ സാറ്, സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സിനിമയാക്കിയപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന മഹാവ്യക്തിത്വം, വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്, പോരാട്ട വീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി, ലാളിത്യം, ആത്മാർത്ഥത, സത്യസന്ധത, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടും ഒക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി, സമഭാവനയുടെ എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം, ഒരു വലിയ ഒരു ചിന്ത. അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 35ഓളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല, പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ, എൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച്, ഇന്ധന വില വർധനവിനെ കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു. എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സാറ് സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായി എന്ന്, കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു. ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2.5 വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ അത് ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ്, മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല. ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം, അപ്പോൾ താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, അപ്പോൾ പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും
എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില പിന്നെന്താണ് അവരുടെ പ്രതിഫലമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി, അവിടെ നിന്ന് പിന്നെ പറഞ്ഞു വിടുമ്പോൾ ഒരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള അതൊരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത്രയേ ഉള്ളൂ. ഇല്ല. സർക്കാരിനെതിരെ പരസ്യ നിലപാടിലേക്ക് എത്തുകയാണ് പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ വ്യക്തമാക്കി. കേട്ടല്ലോ, അദ്ദേഹം തികച്ചും ഒരു സ്വാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാനും അതേപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായി വന്ന ആളാണ്. ചലച്ചിത്ര അക്കാദമിയിൽ വൈസ് ചെയർമാനായ സമയത്ത് 10,000 രൂപ സാലറിയിൽ അദ്ദേഹം എല്ലാ സിനിമകളും ഒഴിവാക്കി അതിന്റെ പ്രവർത്തനം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അവസാനം അദ്ദേഹത്തെ ചെയർമാനാക്കിയ ശേഷം അപമാനിച്ച് പുറത്താക്കി എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ പിണറായിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിട്ടുള്ളത് സാധാരണക്കാരായ ആശാ വർക്കർമാർക്ക് അവർക്ക് ദിവസം ജീവിക്കാനുള്ള വരുമാനം 273 രൂപയിൽ നിന്ന് 700 രൂപ ആക്കണം എന്ന് പറഞ്ഞ് നടത്തിയ സമരം, ഐതിഹാസികമായ സമരം. ആ സമരത്തിൽ അദ്ദേഹം പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരൻ തീർച്ചയായും എവിടെയാണ് AKG ഒക്കെ മുമ്പ് എവിടെയെങ്കിലും ഒരു സമരം കണ്ടാൽ അവിടെ അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് സമരം ചെയ്യുന്ന രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയെ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അദ്ദേഹം അവിടെ ഇറങ്ങിച്ചെല്ലും. ഒരു സ്ഥലത്ത് ആൾക്കൂട്ടം കണ്ട് എന്താ പ്രശ്നം, അവിടെ ചെന്ന് എന്താ പ്രശ്നത്തിൽ ഇടപെടും. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ്. അതേപോലെ ഇദ്ദേഹം ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൃഷ്ണപിള്ളയോ അല്ലെങ്കിൽ AKGയോ ഒക്കെ ആയ പോലെ അതേപോലുള്ള ജനങ്ങൾ സേവനം ചെയ്യണം, അതാണ് കമ്മ്യൂണിസം, മനുഷ്യത്വം കാണിക്കണം, അതാണ് കമ്മ്യൂണിസം എന്ന ചിന്താഗതിയിലൂടെ ഇറങ്ങിയപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് മനുഷ്യരഹിതമായ നിലപാടുകളാണ്. അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറുകയായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തോട് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കാനും പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരായ ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്നു. അതിന്റെ ഏറ്റവും തുടക്കമായിരുന്നു ആശാപുരി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം VD സതീഷിന്റെ യാത്രയിൽ 100 കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണിചേർന്നുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. UDFിലേക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ആ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഒഴികെ എത്തുകയാണ് അദ്ദേഹത്തിന് സമ്മേളനത്തിലേക്ക്. അതിന് കാരണം ഈ ഭരണം അത്രയും വികൃതമായിരിക്കുന്നു. ഇത് മനുഷ്യത്വം എന്നുള്ള സാധനം ഇല്ലാതെ ഇരിക്കുന്നു. ആരെ വേണമെങ്കിലും കള്ളക്കേസ് എടുക്കാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ആർക്കെതിരെ ആക്രമണം നടത്താം. ഏകപക്ഷീയമായിട്ട് അവിടെ പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് വിളിക്കണം. ഒരു ഏകാധിപതിയെ കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലാണ് കേരളം. ഇത് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടല്ലേ പ്രേംകുമാർ വരുന്നത്? പ്രേംകുമാർ പോകുന്നത് സ്വല്പം ആദർശത്തോട് കൂടെ അല്ല മനസാക്ഷി രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രേംകുമാർ പ്രതികരിച്ച് ആശാവർക്കന്മാരുടെ സമരത്തിലാണ് പ്രതികരിച്ചത്. പക്ഷെ ഇന്ന് ആശാവർക്കന്മാർക്ക് ഡിമാൻഡ് ഇല്ലാതെ പോകുന്ന, അല്ല അവരുടെ വോയിസിന് ശബ്ദമില്ലാതെ പോകുന്നതിൻ്റെ കാരണം, അതിൻ്റെ വോളിയം കുറച്ച് വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റ് മേഖലകളിൽ നിന്നും ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷനിലെ തൊഴിലാളി, ബാങ്ക് എംപ്ലോയീസ്, കോപ്പറേറ്റീവ് ബാങ്കിലെ തൊഴിലാളി, അങ്ങനെയുള്ള കോളേജ് അധ്യാപകർ, ഇവരിൽ നിന്നൊക്കെ മാസം തോറും അവരുടെ അതായത് യൂണിയനിലേക്കാണ് പൈസ കിട്ടുന്നത്. പക്ഷേ അതിൽ നല്ല ഭാഗവും പാർട്ടികളിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും തുച്ഛമായ നക്കാപ്പിച്ച പോലും കൊടുക്കാൻ വരുമാനമില്ലാത്തവരാണ് ആര്? ആശാവർ. ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ സമരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പിണറായി വിജയൻ ഇടപെടും. അങ്ങനത്തെ രീതിയിലേക്ക് കോളേജ് അധ്യാപകർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും DA കുടിശ്ശികയൊക്കെ വന്നു എന്ന് പറയുമ്പോഴും ഇവർ സമരം ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുമ്പോൾ ആശാവർക്കന്മാരെ കൈ പിടിച്ചുയർത്തേണ്ടതിന് പകരം അവരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ആര് നടത്തിയത്? ഒഴിവാക്കല്ല, അവഗണിക്കാൻ, അവരോട് എല്ലാ തരത്തിലും അറപ്പും വെറുപ്പോടും പെരുമാറുകയും ചെയ്തു. അത് ഒരു മനുഷ്യരല്ലേ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന MV ഗോവിന്ദനും ഇങ്ങേരും പിണറായി വിജയനും റിയാസ് ഒഴിച്ച് അങ്ങനെ 7-8 പേരെ വെച്ച് ബാക്കി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. അവർ പുറത്ത് അവരുടെ ഭീരുത്വം കൊണ്ട് അല്ലെങ്കിൽ ഭീരുക്കളായതുകൊണ്ട് ഇത് പുറത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ധൈര്യം കാണിച്ചു. ഒന്നും ആരും പറയാതിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന് എതിരായിട്ടുള്ള പബ്ലിക് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആദ്യത്തെ, മറ്റൊക്കെ വേറെ
TP രമേടൊക്കെ ചന്ദ്രശേഖരൻ്റെ ഒക്കെ കേസ് വേറെ. അതിൽ നിന്നൊന്നും കൂടെ ഒരു പൊതു കോസിന് വേണ്ടി സ്വന്തം സ്ഥാനം ഇതുമായിട്ട് ബന്ധമില്ലാത്ത രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ആ സ്ഥാനം വരെ റിജക്ട് ചെയ്യാൻ ത്യജിക്കാൻ തയ്യാറായിട്ട് വരികയാണ്. അതാണ് പ്രേംകുമാർ. അപ്പോൾ പ്രേംകുമാറിന്റെ എക്സ്പ്രഷൻസ് പുറപ്പെടുവിക്കാൻ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിൽ പോലും പറയാനും ആരും തല്ലിക്കൊല്ലാൻ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അതായത് ഇത് പ്രേംകുമാർ വെറൊരു പ്രേംകുമാർ അല്ല, കേരളത്തിലെ സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ ഒരു പരിച്ഛേദമാണ് പ്രേംകുമാർ. സാധാരണ CPM പ്രവർത്തകർ എന്താണോ ചിന്തിക്കുന്നത്, അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് പ്രേംകുമാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. നേരത്തെ ആയിഷ പൊറ്റിയുടെ നിലപാട് പോലെ തന്നെ അതേപോലെ തന്നെയുള്ള ശക്തമായ ഒരു നിലപാടോട് കൂടിയിട്ടാണ് പ്രേംകുമാർ വരുന്നത്. ഇത് തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണ നല്ലവരായ നേതാക്കന്മാരും അണികളും അതൊരു ഒഴുക്കായിരിക്കും കോൺഗ്രസിലേക്ക് എന്നുള്ളതാണ് ഞാൻ ഇതിന്ന് വിലയിരുത്തേണ്ടത്. കാരണം പാർട്ടി എന്തായാലും നശിക്കാൻ പോവുകയാണ്. ഈ കൂടാരത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് മനുഷ്യത്വ നിലപാടെടുക്കുന്ന ആളുകളുടെ കൂടെ പോകാം. പ്രത്യേകിച്ചും ആശാവർക്കന്മാരുടെ സമരത്തിൽ കോൺഗ്രസും പ്രത്യേകിച്ച് VD സതീശനും എടുത്ത നിലപാടുകൾ ശ്ലാഘനീയമാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം അവിടെ പോയി അതിന് കൂടെ നിന്നിട്ട് പറഞ്ഞെന്താ, ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്ന സമരമാണ്, ഞങ്ങൾ വന്നാൽ ആദ്യത്തെ തീരുമാനം ആശാവർക്കന്മാരുടെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും എന്ന് പറയാനുള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പ്രേംകുമാറിനെ സംബന്ധിച്ചോളം VD സതീശൻ തന്നെയാണ് ശരിയായ ഒരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇപ്പം VS അച്യുതാനന്ദനെ പോലെ AKGയെ പോലെ അതേപോലെ സമീപനം എടുക്കുന്ന ഒരാളായി VD സതീശൻ മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ മാറേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പ്രേംകുമാർ മാറുന്നത്. അതിൽ എനിക്ക് അത്ഭുതമായി ഒന്നും കാണുന്നില്ല. പ്രേംകുമാറിനെ പിന്തുണച്ചുകൊണ്ട് മറ്റു പലരും ആ രംഗത്തേക്ക് വരും. കാരണം ശ്വാസം മുട്ടി കഴിയുന്ന ഒത്തിരി പേരുണ്ട്. എപ്പോഴത് ചാടാൻ പറ്റുന്നറിയില്ല. ഇത് ആ ശ്വാസം മുട്ടലിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ മുങ്ങുന്ന കപ്പിത്താൻ കള്ളനാണ് നമ്മളെ മുക്കാൻ കൊണ്ടുപോകാനും തിരിച്ചറിയാനും വീണ ജോർജ് പറയുന്നതല്ല സത്യം, നേരെ മറിച്ചാണ്. വീണ ജോർജ് കുഴലൂത്തിന്റെ ശക്തിയാണ്, അധികാരം കിട്ടാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി എന്ത് വേണം ചെയ്യും, എന്തും പറയും നിലപാടിലേക്ക് പോയത്. അവര് അല്ലെ ക്യാപ്റ്റനെ ഉണ്ടാക്കും, കപ്പലിന് ക്യാപ്റ്റനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവരാണ്. അപ്പൊ ഈ ക്യാപ്റ്റൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ട് ആദ്യം മനസ്സിലാക്കിയ ആൾ മറ്റാരുമല്ല, സച്ചിദാനന്ദനാണ്. പക്ഷെ അത് അദ്ദേഹം വേറൊരു രീതിയിലാണ് പറഞ്ഞതിന് മാത്രം. പക്ഷെ പ്രേംകുമാർ ഭരണം മാറണം, എന്നാലേ അഴിമതി ഇല്ലാതാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ അഴിമതി ഉണ്ടാകും. കൃത്യമായ അഴിമതി ഇവിടെ പിണറായി വിജയൻ നടത്തുന്നു എന്ന് ഡിക്ലെയർ ചെയ്ത ഒരാളാണ് സച്ചിദാനന്ദൻ. അങ്ങനെ തൊടാനൊന്നും പറ്റില്ല. അല്ല, അത് സത്യാനന്ദനെ തൊട്ടാലും വേറെ താവളങ്ങളുണ്ട്. അല്ല, താവളം മാത്രമല്ല, അതിന്റെ തിരിച്ചടി കുറച്ചും കൂടി ഭീകരമായിരിക്കും. ഇനി ഇതിലെ ഒരു ഏറ്റവും നമ്മൾ കാണാതെ പോകുന്ന നമ്മുടെ മീഡിയ ഒന്നും പറയുന്നില്ല. ഒരുപക്ഷെ നമുക്ക് നീതിബോധത്തോടെ പ്രതികരിക്കുന്ന എം കാരശ്ശേരി, കൽപ്പറ്റ ബാലകൃഷ്ണൻ, T പത്മനാഭൻ, ഇങ്ങനെയുള്ളവരെല്ലാം അവരെ ബുദ്ധിജീവികളായിട്ട് ഇവരുടെ ബുദ്ധിജീവി പട്ടം കെട്ടിക്കൊണ്ട് കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നില്ല. കോൺഗ്രസ് ലീഡർഷിപ്പ് ബുദ്ധിജീവികളായിട്ട് ഇവരെ കൊണ്ടു നടക്കുന്നില്ല. പക്ഷെ മറിച്ച് സമൂഹത്തിലെ ജനം ഇവരുടെ അഭിപ്രായം മാനിക്കുന്നുണ്ട്. ഇവർ ഇന്ന് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം തന്നെ, അല്ലെങ്കിൽ സച്ചിദാനന്ദൻ പറഞ്ഞ അഭിപ്രായം തന്നെ വളരെ നേരത്തെ പറഞ്ഞു തുടങ്ങിയവരാണ്. അതിനത്ര ഈ മാധ്യമങ്ങൾ വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല. ശരിക്കും ഇവിടെ ആശാവർക്കന്മാരാണ് ഇതിന് വിപ്ലവത്തിന് തുടക്കട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം വലിച്ചു കീറി ഒട്ടിച്ചത് ആശാവർക്കന്മാരാണ്. അവരെ നമ്മൾ അഭിനന്ദിച്ചു. കാരണം അവര് ജീവിതം ഒന്നും നശിച്ച് നാരായണത്തക്കല്ലെടുത്ത് ഒരു ചുരുങ്ങിയ വരുമാനത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ അവരെ മുന്നിൽ തൊഴുത് കൈയോടെ നിൽക്കുകയാണ് വേണ്ടത്. കാരണം അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ആ സമരം നടത്തിയപ്പോൾ അതിന് കൂടെ നിന്ന് നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കൂലിക്ക് വേണ്ടി ഇരക്കുന്ന മാതിരി അവർ സമരം നടത്തിയപ്പോൾ പെൺകാൽ കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച പിണറായി വിജയൻ, അത് അഹങ്കാരത്തിന്റെ അങ്ങേ തലയ്ക്കുള്ള ഒരു രൂപമാണ്. ഏകാധിപതി എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഏകാധിപതിക്ക് മാത്രമേ ഇങ്ങനെ കഴിയുള്ളൂ. നമ്മളൊക്കെ എന്നെയൊക്കെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ, ഷാജസ്കറിയനെ കള്ളക്കേസ് കൊടുക്കും, അതുപോലുള്ള ആളുകളെയൊക്കെ കള്ളക്കേസ് കൊടുക്കുമ്പോഴും നമ്മളൊക്കെ പോരാടാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇത് നിരാലംബരായ സ്ത്രീകൾ, അവർക്ക് ഒരു തുച്ഛവേദനത്തിന് ഇതാക്കിയപ്പോൾ അദ്ദേഹം കാണിച്ചുള്ള ഭീകരമുഖമാണ് അദ്ദേഹം യഥാർത്ഥ ആരാണെന്നുള്ളത് ലോകത്തെ ശരിക്കും മനസ്സിലായി. അത് പ്രേംകുമാർ അന്ന് പോയിട്ട് പിന്തുണ കൊടുത്തത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദമായ ഒരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന് കൂടെയുള്ള ഒരാൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അവിടെ പോയി പിന്തുണ കൊടുക്കുകയും ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നു. പ്രേംകുമാർ കോൺഗ്രസിൽ പോകുന്നത് ഒരാളല്ല, 10,000 CPM കോൺഗ്രസിലേക്ക് പോകും. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പല പ്രേംകുമാർമാരും അത് നേരത്തെ നമ്മുടെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, പല വിസ്മയങ്ങളും നടക്കും.
ആ വിസ്മയങ്ങളിൽ ഒന്ന് മാത്രമാണിത്, ചെറിയത്. ഇപ്പൊ ഇനി വലുത് നമ്മളെ ഇത് വിസ്മയിപ്പിക്കുന്നില്ല, പണ്ട് നടക്കേണ്ടതായിരുന്നു. നമ്മൾ നേരത്തെ പ്രവചിച്ചു, ഞാൻ പ്രവചിച്ചു ഇതിന്റെ അന്ത്യം പിണറായി വിജയൻ അവസാന പ്രളയം വന്നാലും വന്നോട്ടെ എന്നുള്ളതാണ്. പിണറായി വിജയൻ സുരക്ഷിതനായി ഇവിടുന്ന് മുങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, മുങ്ങാവുന്ന പ്രതീക്ഷിക്കുക. അതിനു മുമ്പ് എന്തായാലും എവിടെയെങ്കിലും ലോക്ക് അയ്യപ്പൻ കൊടുക്കാതിരിക്കില്ല. അയ്യപ്പൻ അങ്ങനെ നിസ്സാരക്കാരനൊന്നുമല്ല. അയ്യപ്പനോട് കളിച്ചത് അവസാനം കണ്ടില്ലേ, 1 ലക്ഷം രൂപയ്ക്ക് ഒരു കിടക്ക ഒരു ദിവസത്തേക്ക്. എന്തൊരു പരമനാറിയാണ്, ഇത്ര ദൂരം നടക്കാനുള്ള പരമാവധി എന്തൊരു പരമനാറിയാണെന്ന് നമ്മൾ പറയേണ്ടി വരികയാണ്. നമ്മളെ വായിന്ന് വിടാൻ പാടില്ല, ഇത് പറയിപ്പിക്കുകയാണ് പിണറായി വിജയൻ. അയ്യപ്പൻ നമ്മളെ കൊണ്ട് നാറിന്ന് പിണറായി വിജയനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല, അത് അപ്രൂവ്ഡ് ലാംഗ്വേജ്. പിണറായി വിജയൻ അപ്രൂവ്ഡ് ആയി, പ്രേമചന്ദ്രനെ വിളിച്ചിട്ട് അപ്രൂവ് ആക്കി. എടോ ഗോപാലകൃഷ്ണ എന്ന് പറയും പോലെ എടോ പിണറായി വിജയ എന്ന് അദ്ദേഹം വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊരു പുള്ളി പറഞ്ഞ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെറുതായിട്ട് കാണണ്ട. എം എം മണിയുടെ സംസാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എം എം മണിയെ പോലുള്ള കൊളോക്കൽ ലാംഗ്വേജ് പറയും നമ്മൾ. പിന്നെ നമുക്കും അങ്ങനെ വേണം പറയാം. എന്തായാലും അതിഭീകരമായ പ്രശ്നങ്ങളാണ് CPM-ന്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത്. അതിൽ നിന്ന് 10,000-ങ്ങൾ UDF-ലേക്ക് ഒഴുകുന്നു. കുറെ നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നു. അവസാനം ആ പാർട്ടി ഇല്ലാതാകും, നാമാവശേഷമാകും. അവസാനം പിണറായി വിജയൻ മാത്രമായിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കാലിനും കൈക്കും ചങ്ങല ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ആ കാഴ്ച അതിവിദൂരമല്ല എന്നുള്ളതാണ് സത്യം. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.